തലശ്ശേരി നഗരസഭ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നു എന്നുള്ള വിവരമെത്തുന്നു. സെയ്താർപള്ളിയിലെ മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുക. ആലക്കോട് കാപ്പിമലയിൽ ഉരുൾപൊട്ടൽ. കാപ്പിമലയിലെ വൈതൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് ഉരുൾപൊട്ടൽ. വിശദാംശങ്ങൾ മധു നൽകും. മധു, ഉരുൾപൊട്ടൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം എന്തൊക്കെയാണ് വിവരങ്ങൾ? സിജി, ആലക്കോട് കാപ്പിമല വൈതൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിനരികെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പുതിയ ഒരു വിവരം എന്ന നിലയിൽ നമുക്ക് നൽകാനുള്ളത്. എന്നാൽ ആളപായമോ വ്യാപകമായ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 9 മണിയോടെയാണ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കുന്നിന്റെ മുകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. എന്നാൽ മറ്റ് ആളപായങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റുള്ള വിവരങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി സ്ഥിതിഗതികൾ പറയുകയാണ്. തലശ്ശേരി തലായി ഭാഗത്ത് കടൽക്ഷോഭം ഇന്നലെ മുതൽ വളരെ രൂക്ഷമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേലിയേറ്റ സമയത്ത് പരിസരത്തെ വീടുകളിൽ തിരമാല ശക്തിയായി ഇടിച്ചു കയറുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് തലശ്ശേരിയിൽ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഒരു കുടുംബങ്ങളും ഇതുവരെ എത്തിയിട്ടില്ല. 2 കുടുംബങ്ങൾ, തലായിലുള്ള 2 കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന് നഗരസഭ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റും. ഒപ്പം തന്നെ മറ്റുള്ള കുടുംബങ്ങളും മാറാൻ തയ്യാറാവുകയാണെങ്കിൽ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നഗരസഭ തലശ്ശേരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ താൽക്കാലികമായി ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. മറ്റുള്ള സംവിധാനങ്ങളൊക്കെ, ആവശ്യമായ സംവിധാനങ്ങളൊക്കെ വേണ്ടി വന്നാൽ ഒരുക്കാൻ തയ്യാറാണെന്നുള്ള നിലപാടിൽ തന്നെയാണ് തലശ്ശേരി നഗരസഭ അധികാരികളുള്ളത്. എങ്ങനെയുണ്ട് മധു, മഴയുടെ സ്ഥിതി എന്താണ്? സിജി, ഇപ്പൊ ഏതാണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം മഴ പിൻവാങ്ങിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് പെർളശ്ശേരി എന്ന സ്ഥലത്താണ്. പെർളശ്ശേരിയിലും അതുപോലെ തന്നെ മമ്പറം, താഴച്ചുവ ഭാഗങ്ങളിൽ ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ മഴ തീരെയില്ല. എങ്കിലും ഇരുണ്ട കാലാവസ്ഥയാണുള്ളത്. ഏത് നിമിഷവും മഴ പെയ്യും ഉള്ള ഒരു വ്യക്തമാക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഈ പ്രദേശങ്ങളിൽ വ്യക്തമാകുന്നത്. ശരി, സി കെ മധുവാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.